ഉൽപ്പത്തി 19:26. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. പ്രൈസ് ലോർഡ്. ആ സംഭവത്തിന്റെ പശ്ചാത്തലമെല്ലാം നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു കാര്യമാണ്. ശരിക്കും ഇതൊരു വാണിംഗ് ആയിട്ട് ഇവിടെ പറയുന്നൊരു കാര്യമാണ്. സ്തോത്രം. ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഒരു വാണിംഗ് ആയിട്ട് പറയുന്ന കാര്യമാണ്. സ്തോത്രം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഞാനിപ്പോ പോകുന്നില്ല. കർത്താവ് എന്നെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരൊറ്റ ആലോചന പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ലോത്തിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾ തിരിഞ്ഞു നോക്കിയത് ദൈവത്തോടുള്ള മറുതലിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ റിബല്യസ് സ്പിരിറ്റിലല്ല അവൾ ഒരിക്കലും തിരിഞ്ഞു നോക്കിയത്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 26-ാമത്തെ വാക്യത്തിൽ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി. അപ്പൊ ദൈവം അതിനു മുമ്പ് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, സ്തോത്രം, നിങ്ങൾ ഈ ഇവിടെ നിന്ന് ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോവുക. അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്ത് നിന്ന് നിൽക്കുകയും അരുത്, നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലോട്ട് ഓടിപ്പോകാന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ നശിച്ചു പോകാതെ, ഞാൻ ഈ പട്ടണം നശിപ്പിക്കാൻ പോവുകയാണ്, സൊദോം ഗൊമോറ നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ദൈവം അവരോട് കരുണ കാണിച്ചു. സ്തോത്രം. ദൈവം അവരോട് മനസ്സലി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിൽക്കരുത്, നിങ്ങൾ ഓടിപ്പോകാന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോവാ, പുറകോട്ട് നോക്കരുതെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യം അവിടെ, പുറകോട്ട് നോക്കരുത്. പക്ഷെ ലോത്തിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, ദൈവം പറഞ്ഞ കാര്യമല്ല അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, അറിയാഞ്ഞിട്ടുമല്ല, അല്ലെങ്കിൽ ദൈവത്തോട് ഞാനൊന്ന് പുറകോട്ട് നോക്കരുതെന്ന് ദൈവം പറഞ്ഞ വാണിങ് സ്തോത്രമുള്ള ഹൃദയത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല, സ്തോത്രം, ദൈവത്തെ ഇഷ്ടമില്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ ദർ ഈസ് സംതിങ്. ഹല്ലേലൂയ. എന്താണെന്ന് ഇപ്പോഴക്കാലം നമ്മൾ ചിന്തിക്കുന്നത്? വിടുന്ന പിരിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ആ വാക്ക് നിറവേറുന്ന ഒരു സമയത്ത് ഹല്ലേലൂയ, വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് വേണമെങ്കിൽ പറയാം, പെട്ടെന്ന് അവളുടെ മനസ്സിൽ ഹല്ലേലൂയ പുറകോട്ടൊന്ന് നോക്കാനായിട്ടൊരു വെക്കരുത്. അവളുടെ കാലുകൾ സത്യം മുന്നോട്ട് തന്നെ വെച്ചത് പോകാനായിട്ട്. പക്ഷേ അവിടെ സംഭവിച്ചത് അവളുടെ ഹൃദയം അപ്പോഴും സ്വതമിൽ തന്നെയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവള് കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചു വന്ന വഴികള്, അവൾ ഒരുപക്ഷെ ചിന്തിച്ചു കാണും, ആ പട്ടണത്തിന്റെ മതിലുകൾ തനിക്ക് സേഫ്റ്റി ഒരുക്കുമെന്നൊക്കെ ഒരു നിമിഷം അവളുടെ മനസ്സിൽ കൂടെ പോയി കാണും. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബന്ധങ്ങള്, ജീവിത സാഹചര്യങ്ങള്, അവളെ സന്തോഷിപ്പിച്ച ദിവസങ്ങള്, സാഹചര്യങ്ങള്, കാര്യങ്ങള്, അവിടുത്തെ സമ്പത്ത്, അല്ലെങ്കിൽ നമ്മള് വേറൊരു ഭാഗത്ത് അതിനെക്കുറിച്ച് വായിക്കുന്ന 13-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടം എന്ന് കണ്ട് ലോത്ത് തിരഞ്ഞെടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രൈം ദേശം പോലെയും ആയിരുന്നെന്ന 13-ാം അധ്യായത്തിന്റെ 10-ൽ കാണുന്നത്. സ്തോത്രം. യഹോവയുടെ തോട്ടം പോലെ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയ ഒരു പ്ലേസ് ആയിരുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സൊദോം ഗൊമോറ ആ സമയത്ത്. സ്തോത്രം. പക്ഷെ അവിടുത്തെ ജനങ്ങൾ വളരെ ദുഷ്ടന്മാരും ദൈവത്തിന്റെ സന്നിധിയിൽ വളരെയധികം ദൈവത്തെ അനുസരിക്കാത്ത അധർമ്മങ്ങളും അക്രമങ്ങളും കാണിച്ച് ജീവിച്ച ജനമായതുകൊണ്ടാണ് ദൈവം ആ ദേശത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഇത് സന്തോഷം കണ്ടെത്തുന്ന, ഇതിലെവിടേക്കോ ആനന്ദം കണ്ടെത്തുന്ന ഒരു തലം ഹല്ലേലൂയ ലോത്തിന്റെ ഭാര്യയോടുള്ള ബന്ധത്തില് അവളുടെ ഹൃദയത്തിൽ അവൾ സ്ഥാനം കൊടുത്തിരുന്നു. അവളെ സംബന്ധിച്ച് മുന്നോട്ട് നോക്കുമ്പോൾ ദൈവം ഹല്ലേലൂയ വേണമെങ്കിൽ ഒരു പ്രകാശമില്ലാതെ കിടക്കുന്ന ഒരു പർവ്വതത്തിലോട്ട് ഓടിപ്പോകാൻ പറഞ്ഞപ്പോ അവളുടെ വിശ്വാസം അവളെ സമ്മതിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. പർവ്വതത്തിലോട്ട് പോയിട്ട് ഇനി എപ്പോഴാ പർവ്വതം ഒരു എന്താ പറയാ മലർവാടിയായി മാറുന്നത് എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കാം അവളെ വിഷമിപ്പിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവിടെയുള്ള ലൈഫ് അത്ര സൊദോം ഗൊമോറയിൽ ജീവിച്ച പോലെ, യഹോവയുടെ തോട്ടത്തിൽ ജീവിച്ച പോലെയുള്ള ലൈഫ് ആയിരിക്കത്തില്ല എന്നൊക്കെയും ഹൃദയത്തിൽ പല ധാരണകളും വന്നിട്ട് അവിടെ സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ സ്പിരിറ്റ് വാസ് നോട്ട് വില്ലിങ്. സ്പിരിറ്റ് അത്ര ഉറപ്പില്ലായിരുന്നു, ദൈവഹിതത്തിനു വേണ്ടി ഉറപ്പില്ലായിരുന്നു. സ്തോത്രം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ അവിടെ സംഭവിച്ചത്? സ്തോത്രം. അവളുടെ ബോഡിയും അതിനോട് പ്രതികരിക്കാൻ തുടങ്ങി. സ്തോത്രം. പ്രിയ മക്കളെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം പറഞ്ഞ കാര്യങ്ങളോട് പലപ്പോഴും പലരുടെയും പ്രതികരണം ഇങ്ങനെയാ. സ്തോത്രം. ഹല്ലേലൂയ.
നമ്മൾ തലയൊക്കെ ആട്ടും, ആമേനൊക്കെ പറയും, ഹാലലുയ വേണമെങ്കിൽ നമ്മൾ മെസ്സേജുകളൊക്കെ പറയും. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ട് പല ദൈവിക വാഗ്ദത്തങ്ങളോടും പ്രോമിസുകളോടും. സ്തോത്രം. നമ്മുടെ സ്പിരിറ്റ് എഗ്രി ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡി നമ്മൾ പറയുന്നിടത്ത്, നമ്മൾ ചിന്തിക്കുന്നിടത്ത് നിൽക്കത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ സ്പിരിറ്റ് എഗ്രി ചെയ്തിട്ടില്ലെങ്കിൽ, സ്തോത്രം, ലോത്തിന്റെ ഭാര്യയ്ക്ക് പറ്റിയതുപോലെ വീണ്ടും പഴയ കാര്യങ്ങളിലോട്ട്, സ്തോത്രം, വീണ്ടും ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങളിലോട്ടൊക്കെയും പോകാനുള്ളൊരു താല്പര്യം അത് നമ്മളുടെ ഉള്ളിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അന്ന് ദൈവം ഈ ഒരു കാര്യം ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ ഞാൻ ചിന്തിക്കുക, ഈ ഒരു തലമുറയിലും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാണിംഗ് ഇതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഇന്നും പലരും കർത്താവിനെ അറിഞ്ഞ ദൈവസന്നിധി കടന്നു വന്ന ശേഷവും വീണ്ടും പഴയതിലോട്ട് പോകാനുള്ള വളരെ വ്യഗ്രതകൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഉള്ളിൽ കിടപ്പുണ്ട്. ഇഷ്ടം ആളുകൾ ഇവിടെ ലോത്തിന്റെ ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്. ഇഷ്ടം സുഖസൗകര്യങ്ങളും താൻ ജീവി ചുറ്റുപാടുകളും തനിക്ക് ആനന്ദം നൽകിയ സാഹചര്യങ്ങളൊക്കെ വിടാനായിട്ട് അവൾക്ക് മടിയായിരുന്നു. സ്തോത്രം. അതിനെയാ കർത്താവ്, അവൾ പോലും ചിന്തിച്ചില്ല ആ ഒരു നിമിഷം അവളുടെ ലൈഫ് അവിടെ തീരുവാണ്. രക്ഷയ്ക്കുള്ള ഓട്ടത്തിലായിരുന്നു. പക്ഷെ അവൾ അറിയാതെ, അവൾ ചിന്തിക്കാതെ അവളുടെ ബോഡി, സ്തോത്രം, അല്ലെങ്കിൽ അവളുടെ കണ്ണ് പുറകോട്ട് തിരിഞ്ഞു നോക്കി. ആ വിടാൻ പറ്റാത്ത സാഹചര്യങ്ങളിലോട്ട് ഒന്ന് നോക്കിയുള്ളൂ. സ്തോത്രം. ഹാലില് പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് അവിടെ വരുവാനിടയായി. നമ്മളെല്ലാവരും ഇതുപോലൊരു ഓട്ടത്തിലാണ്. ഈ കരുണയ്ക്കും വിധിക്കും അല്ലെങ്കിൽ ജഡ്ജ്മെന്റിനും ഇടയിലുള്ള ഒരു ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. സ്തോത്രം. നമ്മളത് മറന്നു പോകരുത്. ഒരു സൈഡിൽ മേഴ്സി ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ ജഡ്ജ്മെന്റ് ഉണ്ട്. സ്തോത്രം. ഇതിനിടയ്ക്കുള്ള ഓട്ടത്തിലാണ് നാം എല്ലാവരും, ഈ എല്ലാ ആത്മാക്കളും, എല്ലാ സോൾസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മെ തന്നെ പരിശോധിക്കേണ്ട ആവശ്യമാണ്. വീണ്ടും പാസ്റ്റിലോട്ട് നമ്മെ ഹോൾഡ് ഓൺ ചെയ്യുന്ന, നമ്മളെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിലുണ്ട്. ദൈവം വിടാൻ പറഞ്ഞ, ലോത്തിനോട് സോദോം ഗൊമോറയെ വിടാൻ പറഞ്ഞു. പക്ഷെ നമ്മളോട് കർത്താവ് പറഞ്ഞ വേറെ പലതും ആയിരിക്കാം. സ്തോത്രം. വ്യക്തിപരമായി നമുക്കതറിയാൻ കഴിയും. വിടാൻ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ, ഉപേക്ഷിക്കാൻ ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ. സ്തോത്രം. അതിലോട്ട് വീണ്ടും നമ്മുടെ മനസ്സ് നമ്മൾ അറിയാതെ പോകുന്നുണ്ടോ എന്ന് വലിയ ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. കാരണം അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഒരുക്കിയിട്ടുള്ള ഹല്ലേലൂയ സ്തോത്രം പ്രോമിസിലോട്ട് മുമ്പിലോട്ട് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. സ്തോത്രം. ഒരുപക്ഷെ ഒരു പർവ്വതത്തിലോട്ട് പോകാനായിരിക്കാം ഹല്ലേലൂയ ലോത്തിന്റെ ഭാര്യയോട് പറഞ്ഞതുപോലെയൊക്കെയും കർത്താവ് പറയുന്നത്. വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങളായിരിക്കാം ഒരു പ്രോമിസ് പോലെയൊക്കെ ദൈവം നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ അതിലോട്ട് പോകാനുള്ള വേഗത നമുക്ക് ലഭിക്കണമെങ്കിൽ വിടേണ്ടതിനെ പൂർണ്ണമായിട്ടും വിട്ടാൽ മാത്രമേ മുന്നോട്ട് പോകാനുള്ള വേഗതയും ആത്മധൈര്യവും പ്രത്യാശയും നമുക്ക് ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. ഹാലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ മനുഷ്യനെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. വലിയ പണികൾക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. എന്തെങ്കിലും കർത്താവെ എന്നെ പുറകോട്ട് വലിക്കുന്ന, എന്നെ കുടുക്കിയിടുന്ന, സ്തോത്രം, എന്തെങ്കിലും എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനെ കഴുകി വെടിപ്പാക്കിയിട്ട് പ്രോമിസിലോട്ട് മാത്രം ശ്രദ്ധ വയ്ക്കുവാൻ, ഹാലലുയ എബവ് ഓൾ കർത്താവിലോട്ട് മാത്രം, ഹാലലുയ വാഗ്ദത്തങ്ങളുടെ പൂർത്തി വരുത്തുന്നവനായ യേശുവിലോട്ട് മാത്രം നോക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ ആയിരങ്ങൾ ഹാലലുയ പുറകോട്ട് നോക്കുന്ന അനുഭവം, അതിനെ മാടി വിളിക്കുന്ന പല സാഹചര്യങ്ങളൊക്കെ ഈ ലോകത്തിലുണ്ട്. സ്തോത്രം. എന്നാൽ ഞാൻ അങ്ങനെയല്ല. സ്തോത്രം. ഹാലലുയ. പർവ്വതത്തിലോട്ട് നോക്കുക എന്ന് പറയുമ്പോൾ മാനുഷ്യ ബുദ്ധിയിൽ, അല്ലെങ്കിൽ ഓടുക എന്ന് പറയുമ്പോൾ മാനുഷ്യ ബുദ്ധിയിൽ അത് വിഡ്ഢിതമായിട്ടൊക്കെയും തോന്നാം. സ്തോത്രം. ഹാലലുയ. ഇനി എന്നാ പർവ്വതം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നാണ് അതൊരു മലർവാടിയാകുക. സ്തോത്രം. പറഞ്ഞത് കർത്താവാണെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ വഴി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ അത് അനുസരിക്കുക മാത്രം ചെയ്യുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹാലലുയ കർത്താവിനെ സേവിക്കുമ്പോൾ ദൈവം പറഞ്ഞതുപോലെ ഹാലലുയ ദേഹി ആത്മാവ് പൂർണ്ണമായ ഒരു സമർപ്പണം, പൂർണ്ണമായ ഒരു വിട്ടുകൊടുക്കൽ, പൂർണ്ണമായ ഒരു സറണ്ടറിങ് ദൈവത്തിന് നമുക്ക് ആവശ്യമാണ്. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പാസ്റ്റിലോട്ട് നമ്മെ പിടിച്ചു നിർത്തുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു പക്ഷേ ആവശ്യമില്ലാത്ത നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ഭാരങ്ങളായിരിക്കാം കഴിഞ്ഞ നാളുകളിൽ. സ്തോത്രം. പക്ഷെ ഒരു ക്രിസ്തുവിൽ വന്നു കഴിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ്. അവനെ നടത്തുന്ന കർത്താവാണ്. അവന്റെ ലോഡ്ഷിപ്പും അവന്റെ എല്ലാം എൻ്റെ യേശുവാണെന്നുള്ള ഒരു ധൈര്യവും പ്രത്യാശയും ഉണ്ടെങ്കിൽ
പഴയ ലൈഫിൽ ഒന്നിലും നമ്മൾ കുടുങ്ങി പോകുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ധൈര്യമുള്ളവരായി, പ്രത്യാശയുള്ളവരായി, ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ പ്രോമിസുകളിലോട്ട് മാത്രം നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നമ്മൾ സാധ്യതകളൊന്നും ഇപ്പോൾ കാണുന്നില്ലെങ്കിലും, ദൈവിക ചലനങ്ങളൊന്നും നമ്മളിപ്പോൾ കാണുന്നില്ലെങ്കിലും, സ്തോത്രം, അനുസരണം യാഗത്തെക്കാൾ വലുതാണ്. സ്തോത്രം, ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അത് അനുസരിക്കുക. സ്തോത്രം, അതനുസരിക്കുമ്പോൾ വഴികളെ കർത്താവ് തുറന്നു തരും. ദിവസങ്ങളിൽ വ്യക്തിപരമായ ലൈഫിൽ ദിവസങ്ങളിൽ ആഴമേ പരിശോധിക്കുവാനും, ലോത്തിന്റെ ഭാര്യ ഒരു വാണിംഗ് ആയിട്ട്, ഒരു ഉപ്പുതൂണായിട്ട് ഇന്നും അവിടെ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു വാണിംഗ് ആയിട്ട് ദൈവം നിർത്തിയിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹാലലുയ നടന്ന കാര്യത്തെ പരിശുദ്ധാത്മാവ് ഇന്നും അതുപോലെ അടയാളമായിട്ട് അവിടെ സൂക്ഷിക്കുമ്പോൾ, ഹാലേലൂയ, ദൈവജനമേ, നമുക്കുള്ള വലിയൊരു വാണിംഗ് ആണ്. സ്തോത്രം, എവിടെയെങ്കിലുമൊക്കെ നമ്മളെ ഹോൾഡ് ഓൺ ചെയ്യുന്ന പാസ്റ്റ് തിങ്സ് നമ്മുടെ ലൈഫിനെ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓടിയകന്ന് കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിലോട്ട് ഓടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് പകൽക്കാലം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും